ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വെറും 110 രൂപയ്ക്ക് അൺലിമിറ്റഡ് ബിരിയാണി കിട്ടുന്ന ഒരു കിടിലൻ സ്പോട്ടിലോട്ട്. വെറും 110 രൂപയ്ക്ക് ഇതുപോലത്തെ 2 വലിയ പീസും വയറ് നിറയെ ചോറും കിട്ടുന്ന ഒരു കിടിലൻ സ്പോട്ട് കേട്ടോ. ഒരു ഉമ്മയും മോനും കൂടി നടത്തുന്ന ഷോപ്പാണ് ഇത് കേട്ടോ. പക്ഷേ ഉമ്മയ്ക്ക് ക്യാമറയുടെ മുന്നിൽ വരാൻ മടിയാണ്. നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ, എന്നത് അവർക്ക് വലിയൊരു ഉപകാരമാവും കേട്ടോ. ഞാൻ കയറി ചെന്നത് 12 മണിക്കായിരുന്നു. അപ്പൊ കണ്ട കാഴ്ച നല്ല അടിപൊളി ചിക്കൻ പീസ് പൊരിച്ചെടുക്കുന്നതായിരുന്നു കേട്ടോ. അൺലിമിറ്റഡ് ബിരിയാണി നോക്കി നടക്കുന്ന ഫ്രണ്ടിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ ഷോപ്പ് വരുന്നത് പഴയ പോസ്റ്റ് മറ്റേ കാവേരി ഓഡിറ്റോറിയത്തിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ ബിരിയാണിയാണ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യണത്. ചിക്കൻ ബിരിയാണി 110 രൂപയ്ക്ക് അൺലിമിറ്റഡ് റൈസാണ്, മറ്റേ ഫ്രൈഡ് പീസാണ്. ഇപ്പോൾ നമ്മളൊരു ബിരിയാണിയിൽ 2 വലിയ ഫ്രൈഡ് പീസായിരിക്കും. നമ്മളപ്പോൾ ചൂടോടെ ഉണ്ടാക്കുക ചെയ്യുക, അപ്പോൾ സ്റ്റോക്ക് ചെയ്ത് വെക്കില്ല. അതേപോലെ ഈ റൈസിൻ്റെ ക്വാണ്ടിറ്റി കണ്ടോളി. ഇപ്പോൾ 110 രൂപയ്ക്കുള്ള ബിരിയാണിയാണ്. ഇപ്പോൾ ഇന്ന് കഴിക്കുകയാണെങ്കിൽ അൺലിമിറ്റഡ് റൈസാണ്. പാർസൽ ആകുമ്പോഴും ഒരാൾ കഴിക്കുന്ന മാക്സിമം റൈസ് ഇത് കഴിക്കുകയാണെങ്കിൽ അൺലിമിറ്റഡ് റൈസാണ്. അൺലിമിറ്റഡ് ആണ്. പാർസൽ ആകുമ്പോൾ ഒരാൾ കഴിക്കാൻ മാക്സിമം ഇത്രയും ക്വാണ്ടിറ്റി റൈസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കാണിച്ചു തരാം, തൂക്കി നോക്കി കാണിച്ചു തരാം ഇത് എത്ര ക്വാണ്ടിറ്റി ഉണ്ടാവും. നമ്മുടെ ത്രാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഒരു ബിരിയാണി നിങ്ങൾക്ക് മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തൂക്കി കഴിഞ്ഞാൽ ഏകദേശം 800-850 ഗ്രാമിൻ്റെ അടുത്ത് ഒരു തൂക്കാണ് ഒരു ബിരിയാണിക്കാണ്. ഒരു പാർസലിൽ 850 ഒരു 800-850 ഉള്ളിലുള്ള തൂക്കം ഒരു ബിരിയാണിക്ക് പാർസൽ തൂക്കം ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഉമ്മയും കുട്ടികളുടെ ഷോപ്പ് നടത്തുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് ആക്കാൻ പറ്റുന്നത്. ചെറിയ ലാഭം നോക്കണുള്ളൂ, വലിയ ഇത് നോക്കുന്നില്ല. പിന്നെ വൈകുന്നേരം നമ്മൾ നൂൽ പൊറോട്ട അടിക്കുന്നുണ്ട് ഒരു 12 രൂപയ്ക്ക്. പിന്നെ അതേപോലെ ബീഫ് ചില്ലിക്ക് 100 രൂപ, ചിക്കൻ ചില്ലി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ടാവും. വൈകുന്നേരത്ത് ഒരു 4 മണിക്ക് ശേഷം അതൊക്കെ ഉണ്ടാവും. റൈസ് വേറെ പൈസസ് വേറെ വെക്കുക. അങ്ങനെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും. 130 രൂപയേ ഉള്ളൂ അത് അൺലിമിറ്റഡ് റൈസ് ആകുമ്പോൾ. ഇവിടുന്ന് കഴിക്കുകയാണെങ്കിൽ വയറ് നിറയെ റൈസ് കഴിക്കാത്തോളൂ. പിന്നെ രാത്രി ഒരു 11 മണിയൊക്കെ നമ്മുടെ ഷോപ്പുണ്ട്. ഉച്ചയ്ക്ക് ഒരു 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ രാത്രി ഒരു 11-12 മണിയൊക്കെ ഷോപ്പ് ഉണ്ടാവും. അങ്ങനെ നമ്മളൊരു ചിക്കൻ ബിരിയാണി വാങ്ങാൻ തീരുമാനിച്ചു കേട്ടോ. സാധനങ്ങൾക്കൊക്കെ വില കൂടുന്ന ഈ ടൈമിൽ ബിരിയാണി ഇത്ര അധികം ക്വാണ്ടിറ്റി വെറും 110 രൂപയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് മാസമല്ലേ. അതിന് കിട്ടിയ 2 പീസും നല്ല വലുപ്പം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ക്രിസ്പി ആയിരുന്നു, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിന്റെ ലൊക്കേഷൻ വരുന്ന ഒറ്റപ്പാലത്തുള്ള പാലപ്പുറത്ത് കാവേരി ഓഡിറ്റോറിയത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഒറ്റപ്പാലത്ത് നിന്ന് പാലക്കാട്ടിലോട്ടോ അല്ലെങ്കിൽ പാലക്കാട് നിന്ന് ഒറ്റപ്പാലത്തിലോട്ടോ പോവുകയാണെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യണം ഈ സ്പോട്ടിലോട്ട്. അതും 110 രൂപയ്ക്ക് ഇത്ര അധികം ക്വാണ്ടിറ്റി കിട്ടുന്ന വേറെ ഷോപ്പുകൾ ഉണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. വെറും ഒരു ബിരിയാണിക്ക് 170-200 എല്ലാം ചാർജ് ചെയ്യുന്ന ഈ കാലത്ത് വെറും 110 രൂപയ്ക്ക് അൺലിമിറ്റഡ് ബിരിയാണി ഇവർ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവരെ നമ്മൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇത് കൂടാതെ ഇവർക്ക് വൈകുന്നേരങ്ങളിൽ നൂൽ പൊറോട്ട ഉണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്, സാധാ പൊറോട്ട ഉണ്ട്, കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. വേറൊരു കാര്യം എടുത്തു പറയേണ്ടത് ഇവരുടെ പാർസലിന്റെ ക്വാണ്ടിറ്റിയാണ് കേട്ടോ. അന്യായ ക്വാണ്ടിറ്റിയാണ് ഇവർ പാർസലിന് കിട്ടുന്നത്. അത് കഴിഞ്ഞ് ആളിനെ അവിടെ നിന്ന് എനിക്ക് തൂക്കി കാണിച്ചു തന്നു. ഏകദേശം 1 കിലോന്റെ അടുത്ത് പാർസലിന്റെ ക്വാണ്ടിറ്റി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഈ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യണേ. പിന്നെ കുറെ പേര് ഇപ്പോഴും നമ്മളെ വീഡിയോസ് കാണുന്നുണ്ട്, നമ്മളെ ചാനലൊന്നും അധികം സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് കട്ടയ്ക്ക് കൂടെ നിൽക്കണേ. അപ്പൊ നമ്മൾ ഇതേപോലത്തെ കിടിലൻ വീഡിയോസ് ആയിട്ട് ഇനിയും വരും.